വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സക്സസ് സ്റ്റോറിയെ പറ്റിയിട്ടാണ് കേട്ടോ. ഒരുപാട് ഹോം റെമഡീസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ ഹോം റെമഡീസ് എല്ലാം തന്നെ ആ ചേച്ചി എടുത്തത് സ്വന്തം അടുക്കള തോട്ടത്തിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അടുക്കള തോട്ടത്തിൽ നിന്ന് നമ്മൾ തന്നെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന പച്ചക്കറികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ടിപ്സ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അതിന് എത്രത്തോളം ഗുണങ്ങളുണ്ടാവുന്നു. അങ്ങനെ ആ ടിപ്സൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് ഇപ്പോൾ ആ ചേച്ചി പ്രഗ്നൻ്റ് ആയി, ട്വിൻ പ്രഗ്നൻസി ആയിരുന്നു. അപ്പോൾ ആ ചേച്ചി എന്തൊക്കെ പ്രഗ്നൻസിക്കൊക്കെ വേണ്ടിയിട്ട് ടിപ്സ് ഫോളോ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇവർ ഏറ്റവും ആദ്യം യൂസ് ചെയ്തത് വെണ്ടക്ക വെള്ളമാണ്. ഒരുപാട് വെസ്റ്റേൺ കൺട്രീസിലും അതുപോലെ നമ്മുടെ കേരളത്തിലും ഒക്കെ ഒരുപാട് ആളുകൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഒക്ര എന്ന് പറയുന്ന ഒരു നമ്മുടെ വെജിറ്റബിൾ. ഒക്രയിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഒക്ര അല്ലെങ്കിൽ ലേഡി ഫിംഗർ എന്ന് പറയുന്ന ഈ വെണ്ടക്കയിനകത്ത് ഒരുപാട് ബെനിഫിറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഓവറോൾ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളവയാണ്. അതിൽ പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, വിറ്റമിൻ എ ഉണ്ട്, വിറ്റമിൻ സി ഉണ്ട്, വിറ്റമിൻ ഇ ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ പ്രൊജസ്ട്രോണിന്റെ ഹോർമോൺ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ എഗ് ഗ്രോത്ത് കൃത്യമായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടും ഓവറോൾ നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. വെണ്ടക്ക വാട്ടറിൽ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കഴിവതും നിങ്ങൾ വെറും വയറ്റിൽ തന്നെ ഇത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു മീഡിയം സൈസ് വെണ്ടയ്ക്കയാണെങ്കിൽ ഒരു 4-3 വെണ്ടക്ക നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വലുതാണെങ്കിൽ 2 എണ്ണം മതിയാകും. തീരെ ചെറുതാണെങ്കിൽ അതായത് നോർമൽ സൈസിലേക്കാളും ചെറിയ സൈസിലെ വെണ്ടയ്ക്കയാണെങ്കിൽ ഒരു 5 എണ്ണം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അത് നമ്മൾ ആ തലഭാഗവും അതിൻ്റെ ആ ഒരു ടെയിൽ പോർഷനും നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നടുവേ നിങ്ങൾ മുറിക്കുക. നടുവേ മുറിക്കാനായിട്ട് പറയുന്നത് നമ്മുടെ ആ ഒരു 2 പോർഷനും സെപ്പറേറ്റ് പാർട്ടീഷൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നടുവേ നമ്മൾ മുറിച്ചതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമ്മൾ സാമ്പാറിനൊക്കെ അരിയില്ലേ ആ ഒരു കഷ്ണങ്ങളായിട്ട് നിങ്ങൾ മുറിക്കുക. അതിനുശേഷം നിങ്ങൾ വെള്ളത്തിലിട്ട് വെക്കുക. ഏകദേശം ഇത് കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്ന വെണ്ടക്ക കുറച്ച് നേരം വെള്ളത്തിലിടുക. ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ നല്ലതുപോലെ വെള്ളത്തിൽ നിങ്ങൾ കുതിർത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. വീട്ടിൽ തന്നെ നിങ്ങൾ മുളപ്പിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്തെടുക്കുന്ന വെണ്ടയ്ക്കയാണെങ്കിൽ നിങ്ങൾ അത്രയും നേരമൊന്നും വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ലതായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷവും നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് കുതിർത്തി വെക്കുക. ഏകദേശം കുറച്ചധികം നേരം നിങ്ങളത് കുതിർത്തി വെക്കാനായിട്ട് മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. രാവിലെ വെണ്ടക്ക ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നിങ്ങളിപ്പോൾ രാവിലെ സമയത്താണെങ്കിലും ഇത് കുതിർത്തി വെക്കുക. ദെൻ മോർണിംഗിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തലേ ദിവസം നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് നിങ്ങളിത് നന്നായിട്ട് കുതിർത്തി വെക്കുക. അങ്ങനെ കുതിർത്തി വെക്കുന്നത് അതിലടങ്ങിയിട്ടുള്ള എല്ലാ വിറ്റമിൻസും ആ ഒരു വെള്ളത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നു. ആ രീതിക്ക് വേണം നിങ്ങളിത് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. പിറ്റേ ദിവസം ഇതിലെ വെണ്ടക്ക നിങ്ങൾ അരിച്ചു മാറ്റിയതിന് ശേഷം, കാരണം ചെറിയ ചെറിയ കുരുക്കളൊക്കെ വെണ്ടക്കയുടെ കുരുക്കളൊക്കെ ചിലപ്പോൾ ആ വെള്ളത്തിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ അരിച്ചതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങളിത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വെറും വയറ്റിൽ കുടിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറിനൊക്കെ ശേഷം അടുത്തൊരു ലഞ്ച് നിങ്ങൾ കഴിക്കുന്നതിന് മുൻപായിട്ടുള്ള ഗ്യാപ്പിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. ബെനിഫിറ്റ് ഒരുപാട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഗ്രോത്തിനും അതുപോലെ സ്പേമിന്റെ ഓവറോൾ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ആ രീതിക്ക് നിങ്ങളത് ഉപയോഗിക്കുക. ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല മറ്റ് ഒരുപാട് ബെനിഫിറ്റ് ഈ വെണ്ടക്ക ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതായത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് PCOD ഉള്ള ആളുകൾക്ക് വെയിറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു ശത്രുവാണ്. ഈ വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അണ്ടാശയമെല്ലാം പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓവുലേഷൻ പ്രോപ്പറായിട്ട് വരികയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നിങ്ങൾ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും ബെനിഫിറ്റ് ഈ വെണ്ടക്ക വെള്ളം കുടിക്കുന്നത് വഴി കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ബെനിഫിറ്റ് നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ദഹനം പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ മാത്രമേ കഴിക്കുന്ന ഭക്ഷണങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ശരീരത്തിന്റെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളാണെങ്കിലും നോർമലായിട്ട് നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഡൈജഷൻ ഇഷ്യൂസ് ഉള്ളവർക്ക്, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ വയറ്റിന് പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കണ്ണും പൂട്ടി തന്നെ ഈ ഒരു വെണ്ടക്ക വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും വേദന, അസ്വസ്ഥത, വീക്കം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒരുപാട് ആളുകൾ പറയുന്ന ബുദ്ധിമുട്ടാണ്, ബാക്ക് പെയിൻ ഉണ്ട്, ഹിപ്പ് പെയിൻ ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഇൻഫ്ലമേഷൻ ഒരു പരിധി വരെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ PCOD ഉള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് ഷുഗർ ലെവലിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഈ ഷുഗർ പലർക്കും ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി സമയത്താണെങ്കിലും ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു അസ്വസ്ഥത, അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് കുഞ്ഞിനും ബുദ്ധിമുട്ടുണ്ടാവാനായിട്ട് സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ PCOD ഉള്ള ആളുകൾക്കാണെങ്കിലും അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഓൾറെഡി ഡയബറ്റീസ് ആയിട്ടുള്ള ആളുകൾക്ക് അതൊന്ന് നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനും വെണ്ടക്ക വെള്ളം കുടിക്കാവുന്നതാണ് കേട്ടോ. ഈ വെണ്ടക്ക ഞാൻ വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ തിളപ്പിച്ച് ആറിയ വെള്ളത്തിലിട്ട് വെക്കാനായിട്ടോ പറഞ്ഞത്. നിങ്ങൾ പിറ്റേ ദിവസം ബോയിൽ ചെയ്ത് എടുക്കേണ്ട ആവശ്യം ഇല്ല. വെണ്ടക്ക നല്ലതുപോലെ നിങ്ങൾ ക്ലീൻ ചെയ്താൽ മതിയാകും. അപ്പോൾ അതിലുള്ള അഴുക്കൊക്കെ നല്ലതുപോലെ പൊയ്ക്കോളും. അതുപോലെ തന്നെ നമ്മൾ തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതങ്ങോട്ട് അരിച്ചു മാറ്റിയിട്ട് നമ്മൾ കുടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് എത്ര വരെ ഇത് ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഓവുലേഷൻ ഡേറ്റ് വരെ മാത്രം നിങ്ങളിത് ഉപയോഗിച്ചാൽ മതിയാകും. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമതായിട്ട് ഇവർ ഉപയോഗിച്ചത് തക്കാളിയാണ് കേട്ടോ. വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ടൊമാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമൂലം നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും ഒരുപാട് ബെനിഫിറ്റുകൾ ഇതുമൂലം കിട്ടുന്നു. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ലിക്കോഫിൻ എന്ന് പറയുന്നത് സ്ത്രീകൾക്കും അതുപോലെ പുരുഷന്മാർക്കും ഒരു വരദാനമാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളിലെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അവരുടെ ശരീരത്തിലെ ക്വാളിറ്റിയുള്ള ഒരു എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. നമ്മളിൽ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുമ്പോഴേക്കും ആ ഓവുലേഷൻ നടന്നിട്ട് ഉണ്ടാകുന്നത് ക്വാളിറ്റിയുള്ള ഒരു എഗ്ഗ് ആണെങ്കിൽ ആ ഒരു എഗ്ഗ് സ്പേമുമായിട്ട് ചേർന്ന് ഫെർട്ടിലൈസ്ഡ് ആകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അവിടെ ഫെർട്ടിലൈസേഷൻ കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ എഗ്ഗിന് ക്വാളിറ്റി ഉണ്ടാകണം എന്നുള്ളത് ആദ്യത്തെ ഒരു മാറ്ററാണ്. അതുപോലെ തന്നെ ഫലോപ്പിയൻ ട്യൂബിലൂടെ കടന്നു വന്നിട്ട് നമ്മുടെ എൻഡോമെട്രിയം തിക്നെസ്സും കൃത്യമായിട്ട് ഉണ്ടാകുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു ഫാക്ടറാണ്. ഇതാണ് സ്ത്രീകളുടെ ആ ഒരു ഭാഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് തക്കാളി എന്ന് പറയുന്നത്. ക്വാളിറ്റിയുള്ള ഒരു എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഓവുലേഷൻ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്നത് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും നമ്മുടെ പീരിയഡ്സ് ആകുന്ന സമയത്ത് എന്തെങ്കിലും ഇറഗുലാരിറ്റീസോ അല്ലെങ്കിൽ പെയിനോ ഉണ്ടെങ്കിൽ ഒരു ഹെവി ബ്ലീഡിങ്ങോ നമുക്കുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ക്യൂർ ചെയ്യുന്നതിനും ഈ ഒരു തക്കാളി ഉപയോഗിക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ പുരുഷന്മാർക്കും അവരുടെ സ്പേമിൻ്റെ ക്വാളിറ്റി ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നതിനും സ്പേമിന് കൃത്യമായിട്ടുള്ള ഒരു ഘടന കൊടുക്കുന്നതിനും ഇത് സഹായിക്കുന്നു. സ്പേമിന് കൃത്യമായിട്ടുള്ളൊരു ഘടന അവിടെ ഇല്ല എങ്കിൽ ഇതുമൂലം കുഞ്ഞിന് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നതിന് അത് കാരണമാകുന്നു. ഞാനിവിടെ വീഡിയോസിൽ ഒരുപാട് സ്പേമിൻ്റെ പിക്ചർ ഇങ്ങനെ ആഡ് ചെയ്യാറുണ്ടല്ലേ, സ്പേമിൻ്റെ ആ ഒരു വീഡിയോസ് ഞാൻ ആഡ് ചെയ്യാറുണ്ട്. ഈ ഒരു ആഡ് ചെയ്യുന്ന സമയത്ത് സ്പേമിന് കൃത്യമായിട്ടുള്ളൊരു ഘടനയുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും സ്പേമിൻ്റെ ആ ഒരു ഘടന. ഈ ഒരു ഘടന കൃത്യമായിട്ട് അവിടെ ഇല്ല എങ്കിൽ ഇതുമൂലം ഒരുപാട് അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്ന കുഞ്ഞിന് സംഭവിക്കും. ഇവിടെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ കൂടി തന്നെയും ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കൂടി തന്നെയും ഫസ്റ്റ് സ്കാനിങ്ങിലോ അല്ലെങ്കിൽ സെക്കൻഡ് സ്കാനിങ്ങിലോ നമുക്ക് എങ്ങനെയാണ് കുഞ്ഞിൻ്റെ ആ ഒരു ഡബിൾ മാർക്കർ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും കുഞ്ഞിനുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കുഞ്ഞിനുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ശരീരം തന്നെ ആ കുഞ്ഞിനെ അങ്ങോട്ട് അബോർട്ട് ചെയ്ത് കളയും, അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻ വെച്ചിട്ട് നമ്മൾ കളയേണ്ടതായിട്ട് വരും. കാരണം എന്തെങ്കിലും ക്രോമസോം അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ കുഞ്ഞ് സർവൈവ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ഈ തക്കാളി നിങ്ങൾ ഉപയോഗിക്കുന്നതിനെ ഒരുപാട് സഹായിക്കുന്നു. സാധാരണയായിട്ട് ഈ തക്കാളി നമ്മൾ ഉപയോഗിക്കുന്ന രീതികളുണ്ട്. ഒന്നുകിൽ നമുക്കത് പ്യൂരി ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഒരു സൂപ്പ് വെച്ചിട്ട് കഴിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഉലത്തി കഴിക്കുകയാണെങ്കിൽ, തക്കാളി കറി വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് രീതിയാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ രീതിക്ക് നിങ്ങൾ കൂടുതലായിട്ടും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഏറ്റവും നല്ലത് സൂപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്യൂരി ആക്കിയിട്ട് കഴിക്കുന്നതോ ആണ്. നിങ്ങളിത് 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോഴോ നിങ്ങളത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മൂന്നാമതായിട്ട് അവർ യൂസ് ചെയ്തത് മത്തങ്ങയാണ്. ഈ പംകിൻ സീഡിൽ ഉണ്ടാവുന്നത് പോലെ തന്നെ ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഓവുലേഷനും അതുപോലെ തന്നെ നമ്മുടെ ഇംപ്ലാന്റേഷനും കൃത്യമായി നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യം തന്നെ ഫൈബറും അതുപോലെ വിറ്റമിൻ സിയും ഈ ഒരു പംകിനിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലെ L-ascorbic ആസിഡും അതുപോലെ അസ്കോർബിക് ആസിഡും നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസ് നല്ലതുപോലെ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും
അതുപോലെ നമ്മളുടെ ശരീരത്തിൽ അയേണിന്റെ അബ്സോർപ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും സഹായിക്കുന്നു. അയേണിന്റെ അബ്സോർപ്ഷൻ കൃത്യമായിട്ട് ശരീരത്തിലുണ്ടെങ്കിൽ ആ ഒരു ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. സാധാരണ പലർക്കും അയേണിന്റെ മെഡിസിൻസ് എടുത്താലും അയേൺ കഴിച്ചു കഴിഞ്ഞാലും അതിന്റെ അബ്സോർപ്ഷൻ, അതായത് അത് ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യുന്നത് കൃത്യമായിട്ട് നടക്കണമെന്നില്ല. ഇതിനെ ഒന്ന് കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് പംകിൻ കഴിക്കുന്നത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ലൂട്ടിയൽ ഫേസിന്റെ പ്രോസസ്സ് കൃത്യമായിട്ട് പോകുന്നതിനും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും ഈ പംകിൻ കഴിക്കുന്നത് സഹായിക്കുന്നു. അതുമാത്രമല്ല, പംകിനിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യവും മാഗ്നീഷ്യവും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും നമുക്ക് തരുന്നുണ്ട്. മാഗ്നീഷ്യം നമുക്ക് തരുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും തന്നെ പീരിയഡ്സ് അടുക്കുന്നതിന് മുൻപായിട്ട് പ്രഗ്നൻസിയുടേതായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രഗ്നൻസിയുടേത് പോലെയുള്ള ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. ഇതിനെ നമ്മൾ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് എന്നൊരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് പീരിയഡ്സ് ആകുന്നതിന് മുൻപുണ്ടാവുന്ന ലക്ഷണങ്ങൾ. ചിലർക്ക് പീരിയഡ്സ് ആകുന്നതിന് 2-3 ദിവസം മുൻപായിരിക്കും ഈ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. എന്നാൽ മറ്റു ചിലർക്ക് പീരിയഡ്സ് ആകുന്നതിന് ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു 1.5 ആഴ്ചയോ മുമ്പൊക്കെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. പലരും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വരുമ്പോഴേക്കും പ്രഗ്നൻസി ആണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് പലപ്പോഴും നമ്മളിലുണ്ടാവുന്ന ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിന്റെയൊക്കെ ഭാഗമായിട്ടാണ്. ഇത് ഒന്ന് പ്രിവെന്റ് ചെയ്യുന്നതിന് മഗ്നീഷ്യം നമ്മളുടെ ശരീരത്തിൽ എത്തുന്നത് സഹായിക്കുന്നു. ഇത് പ്രിമെൻസ്ട്രൽ സിംറ്റംസ്, അതായത് പ്രിമെൻസ്ട്രൽ ആയിട്ടുള്ള നമുക്ക് വരുന്ന ലക്ഷണങ്ങളുടെയൊക്കെ ആ സിംറ്റംസ് ഒക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അത് മാത്രമല്ല, ഇതിൽ അടങ്ങിയിട്ടുള്ള സിങ്ക് സ്പേമിന്റെ DNA അതുപോലെ എഗ്ഗിന്റെ DNA സപ്പോർട്ട് ചെയ്യുന്നു. സ്പേമിനും എഗ്ഗിനും DNA സ്ട്രക്ചറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ജനിതകപരമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാവുന്നതിനും അതുപോലെ മിസ്കാരേജ് ഉണ്ടാവുന്നതിനുമുള്ള സാധ്യതകളുണ്ട്. ജനിതകപരമായിട്ട് വൈകല്യം ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളെ ഒന്നുകിൽ ഏർലി സ്റ്റേജിൽ ശരീരം തന്നെ അബോർട്ടാക്കി കളയുകയോ അല്ലെങ്കിൽ നമുക്ക് ഡിയാൻസ് ചെയ്ത് കളയേണ്ടി വരികയോ ചെയ്യുന്നു. ഇതെല്ലാം ഒന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് സിങ്ക് അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ ഈ പംകിനിൽ അടങ്ങിയിട്ടുള്ള സിങ്കും നിങ്ങളിൽ ആ ഒരു സ്പേമിനും അതുപോലെ എഗ്ഗിനും DNA എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ക്യൂർ ചെയ്യുന്നതിന് സഹായിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ നമ്മളുടെ ഹോർമോൺസ്, ഇതിലെ പ്രവർത്തനങ്ങൾ, ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻസ് നമ്മുടെ ഹോർമോൺസിന്റെ ബാലൻസും അതുപോലെ ഇതിന്റെ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നടക്കുന്നതിന് സഹായിക്കുന്നു. ഇതിലടങ്ങിയിട്ടുള്ള പല നാരുകളും നമ്മുടെ എഗ്ഗിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള ഒരു സപ്പോർട്ട് നമ്മുടെ ശരീരത്തിൽ കൊടുക്കുന്നു. ഇത് ബീറ്റാ കരോട്ടിൻ മത്തങ്ങയിൽ അടങ്ങിയിട്ടുള്ളത് മൂലം നമുക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുമാത്രമല്ല, അമിതമായിട്ടുള്ള ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ സംരക്ഷിക്കുന്നതിനും ഈ ബീറ്റാ കരോട്ടിൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് നാച്ചുറൽ ആയിട്ട് സ്പേമിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. സ്പേമിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ട് പ്രഗ്നൻസി ഉണ്ടാകാത്ത ഒരുപാട് കപ്പിൾസ് ഉണ്ട്. നമ്മൾ സ്ത്രീക്ക് ഭൂരിഭാഗം പ്രശ്നങ്ങളും പറയുന്നുണ്ടെങ്കിൽ ഒരു 50-50 ആയിട്ട് നമുക്ക് ഇതിനോട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 50% പ്രശ്നങ്ങൾ സ്ത്രീക്കുണ്ടെങ്കിൽ ബാക്കി 50% ഇതിൽ ബാധിക്കുന്നത് പുരുഷന്റെ കാര്യങ്ങളാണ്. ആ ഒരു സ്പേം കൃത്യമായിട്ട് അതിന്റെ ഇജാക്കുലേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിലോ ചിലപ്പോൾ 1 മാസത്തിന്റെയോ അല്ലെങ്കിൽ 2 മാസത്തിന്റെ വ്യത്യാസം കൊണ്ട് ആ റിസൾട്ട് എല്ലാം തകിടം മറിയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവൻ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സ്പേമിന് ക്വാളിറ്റി ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിന്റെ കൗണ്ട് ഉണ്ടെന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലിക്വിഫേഷൻ ടൈം കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് ചെക്ക് ചെയ്താലോ അദ്ദേഹവും കൂടി ഈ മത്തങ്ങ കഴിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഫെർട്ടിലിറ്റിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. പുരുഷന്റെ സ്പേമിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മത്തങ്ങ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇനി ഇത് എപ്പോഴൊക്കെ ഉപയോഗിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു കാറ്റഗറി വെച്ചിട്ട് ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇന്ന ദിവസം വരെ ഇത് ഉപയോഗിക്കാം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഒരു മത്തങ്ങ ഫുള്ളായിട്ടൊന്നും ആരും ഉപയോഗിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ദിവസങ്ങളിൽ നമ്മളിപ്പോൾ മത്തങ്ങ മേടിക്കുമ്പോൾ ഒരു ഫുള്ളായിട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് നിങ്ങൾക്ക് തോരൻ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രീതിക്ക് നിങ്ങൾക്ക് ഒരു ഡെസേർട്ടായിട്ടോ ഒക്കെ ഇത് പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അങ്ങനെയുള്ള രീതിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മത്തങ്ങ പായസം വെച്ചിട്ട് കുടിക്കുന്നവരുണ്ട്, അങ്ങനെ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും ഒരിക്കലും ഇത്രയും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും എടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ കറിയാണ് ഉപയോഗിക്കുന്നെങ്കിൽ അത് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ഒന്നിടവിട്ട ദിവസമോ അല്ലെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മളത് വെച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.